നമസ്കാരം. വി.എസ്. അച്യുതാനന്ദന്റെ സന്തത സഹചാരിയായിരുന്ന പാലക്കാട് സ്വദേശി എ. സുരേഷ്, അദ്ദേഹം കോൺഗ്രസിന്റെ ലേബലിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പാലക്കാട് മത്സരിക്കാനുള്ള ഒരു സാധ്യത, മലമ്പുഴയിൽ മത്സരിക്കാനുള്ള ഒരു സാധ്യതയെക്കുറിച്ചുള്ള വാർത്തകൾ ഞങ്ങൾ അതിന്റെ വിശദാംശങ്ങൾ നൽകിയിരുന്നു. അദ്ദേഹം നോ പറഞ്ഞിട്ടില്ല. അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയാണ് ഇപ്പോഴും കാണുന്നത്. അതിനിടയിൽ ഇദ്ദേഹം 11-12 വർഷമായി ഇദ്ദേഹം പുറത്താണ്. അദ്ദേഹത്തെ എന്തിനു പുറത്താക്കി എന്നുള്ള കാര്യത്തിന് വിശദീകരണമൊന്നുമില്ല. അതായത് കൃത്യമായ വിശദീകരണമില്ല. CPM-ന്റെ അല്ലാതെയുള്ള വിശദീകരണമുണ്ടല്ലോ. അപ്പം ഇദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നെ തിരിച്ചെടുക്കാത്തതിന്റെ കാരണം, അദ്ദേഹം നിരവധി തവണ അപ്പീലൊക്കെ കൊടുത്തതാണ് പാർട്ടിക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് അനുഭാവിയാണ്. അച്യുതാനന്ദന്റെ കൂടെ നിന്നു, വി.എസ്. അച്യുതാനന്ദന്റെ ഒപ്പം നിന്നു, അദ്ദേഹത്തിന്റെ ആളായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തെ പുറത്താക്കിയത് എന്ന് നമുക്കെല്ലാം വ്യക്തം. CPM-കാർക്കും പിണറായി വിജയനും അതൊക്കെ തന്നെ അറിയാം. അപ്പൊ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം MA ബേബിക്ക് ഒരു തുറന്ന കത്തെഴുതി. CPM-ന്റെ ജനറൽ സെക്രട്ടറി ബേബി സഖാവ്, രണ്ടാം മുണ്ടശ്ശേരിയായിരുന്ന ബേബി സഖാവിന് ഒരു കത്തെഴുതി. ആ കത്തിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചാ വിഷയമാകുന്നുണ്ട്. മാതൃഭൂമി അത് സംബന്ധിച്ച് ഒരു വാർത്തയും നൽകിയിട്ടുണ്ട്. എന്തായിരുന്നു സഖാവെ എന്നെ തിരിച്ചെടുക്കാതിരിക്കാനുള്ള യോഗ്യത എന്ന് പറഞ്ഞുകൊണ്ട് MA ബേബിക്ക് എ. സുരേഷ് തുറന്ന ഒരു കത്തെഴുതിയിരിക്കുന്നു എന്നാണ് വാർത്ത. അതായത് കത്തിന്റെ പൂർണ്ണ രൂപവും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട പോയിന്റ് ഇത് വായിക്കാം. ടു സഖാവ് MA ബേബി ജനറൽ സെക്രട്ടറി CPIM. സഖാവെ എന്നെ CPM-ൽ നിന്ന് പുറത്താക്കിയത് 2013 മെയ് 12 തീയതികളിൽ ചേർന്ന 12-13 തീയതികളിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗമാണ്. എങ്കിൽ എന്നിൽ ആരോപിക്കപ്പെട്ട കാര്യങ്ങൾ താഴെ കൊടുത്തവയാണ്. പാർട്ടി കമ്മിറ്റികളിലെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി. സഖാവ് VS-ന്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വാർത്തകൾ നിർമ്മിച്ച് മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്തു. പാർട്ടി വിരുദ്ധ മാധ്യമങ്ങളിലെ ലേഖകരുമായി സൗഹൃദം സ്ഥാപിച്ചു തുടങ്ങിയ 7ഓളം കുറ്റങ്ങളാണ് ചാർത്തപ്പെട്ടത്. ഞാൻ വെറും ഒരു പാർട്ടി അംഗം മാത്രമാണ്. ഉപരി കമ്മിറ്റികളിൽ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് അപ്രാപ്യമാണ് എന്ന കാര്യം താങ്കൾക്ക് അറിവുള്ളതാണല്ലോ എന്ന് സുരേഷ് ഈ തുറന്ന കത്തിൽ ചോദിക്കുന്നു. മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും PA എന്ന നിലയ്ക്ക് മാധ്യമ പ്രവർത്തകർ എന്നെ ബന്ധപ്പെടുക സ്വാഭാവികമാണ്. എന്റേത് ഒരു പാർട്ടി കുടുംബമാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ വീട്ടിൽ നടക്കുന്ന തറ യോഗങ്ങളിലും കുടുംബ യോഗങ്ങളും ഒക്കെ കണ്ടാണ് ഞാൻ വളർന്നത്. ആ പശ്ചാത്തലത്തിൽ വളർന്നു വന്ന എന്നെ സംബന്ധിച്ച് പാർട്ടി എനിക്ക് ജീവവായുവാണ്. പുറത്താക്കിയ നടപടിക്ക് ശേഷം ഞാൻ പാർട്ടി സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണനെ സമീപിച്ച് അപ്പീൽ കൊടുത്തു. അദ്ദേഹം അനുഭാവപൂർവ്വം അത് പരിഗണിച്ചിരുന്നു. അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എങ്കിൽ എന്നാഗ്രഹിക്കുന്ന അനേകം സഖാക്കളിൽ ഒരാളാണ് ഈയുള്ളവനും എന്ന് ബ്രാക്കറ്റിലുണ്ട്. ജില്ലാ സെക്രട്ടറിയെ കാണാൻ ആവശ്യപ്പെട്ടു. അന്നത്തെ ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രനെ കണ്ടു. പിന്നീട് ഒരു വിവരവും കിട്ടാതായപ്പോൾ വീണ്ടും ജില്ലാ സെക്രട്ടറിയെ കണ്ടു. പരിഗണനയിൽ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്നും നടക്കാതെ ആയപ്പോൾ പൊളിറ്റ് ബ്യൂറോ അംഗം സഖാവ് MA ബേബിയെ സമീപിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ കാര്യം പറയുന്നുണ്ട്. പിന്നീട് പാലക്കാട് ഏരിയ സെക്രട്ടറിയെ കണ്ടു. അതിലൂടെ പാർട്ടി ചട്ടക്കൂടിൽ വരികയും മരിക്കുമ്പോൾ ചെങ്കൊടി പുതപ്പിനടിയിൽ കിടക്കണം എന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത്. അദ്ദേഹം ചരിത്രം പറയുന്നുണ്ട്. ഏകദേശം എന്റെ അവസ്ഥയും ഇതാണ്. ഒരു ചോദ്യം, എന്തായിരുന്നു സഖാവി എന്റെ മെമ്പർഷിപ്പ് തിരിച്ചെടുക്കാനുള്ള അയോഗ്യത? അഭിവാദ്യങ്ങളോടെ എ. സുരേഷ്. നേതൃത്വത്തിലെ ചിലർ അവർ മാത്രം മതി ഈ പാർട്ടിയിൽ എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അത് ഈ പാർട്ടിക്ക് നല്ലതല്ല. അത് തിരുത്തണം. എന്നോട് ചെയ്തതുപോലെ എത്രയോ പേർ ഇപ്പോഴും ഉണ്ട് പുറത്തു പറയാൻ മടിച്ച്. അവർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. ഇത് വായിച്ചിട്ടും എന്നെ ക്രൂശിക്കാൻ സുഹൃത്തുക്കൾ ഉണ്ടാകും. എനിക്കില്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാവില്ല. ഞാൻ അതൊക്കെ സ്വീകരിക്കാൻ തയ്യാറാണ്. 12 വർഷം അനുഭവിച്ച തൊണ്ടയിലെ കനത്തിനേക്കാളും വരില്ല അത് എന്ന് പറയുന്നു. ഒരു ചോദ്യം ഇപ്പോഴും, എന്തായിരുന്നു സഖാവെ എന്നെ മെമ്പർഷിപ്പിലേക്ക് തിരിച്ചെടുക്കാനുള്ള അയോഗ്യത എന്ന് പറഞ്ഞുകൊണ്ടാണ് എ. സുരേഷ് MA ബേബിക്കുള്ള ഈ തുറന്ന കത്ത് അവസാനിപ്പിക്കുന്നത്. താങ്കൾക്കുള്ള അയോഗ്യത, താങ്കൾ V.S. അച്യുതാനന്ദൻ എന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന്റെ പക്ഷക്കാരനായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്നു, അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്നു. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ചെയ്തു പോന്നിരുന്ന ആളായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ നിഴലായി കൂടെ നിന്നു. അത് മാത്രമാണ് താങ്കൾ ചെയ്ത കുറ്റം. താങ്കൾ VS-നെ തെറി പറഞ്ഞിരുന്നു എങ്കിൽ, താങ്കൾ VS-നെ കുലംകുത്തി എന്നോ നികഷ്ടജീവി എന്നോ വിളിച്ചിരുന്നു എങ്കിൽ, താങ്കൾ VS-ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് ആഹ്വാനം ചെയ്തിരുന്നു ഒക്കെ എങ്കിൽ താങ്കൾക്ക് തീർച്ചയായിട്ടും പാർട്ടിയിൽ അംഗത്വവും ലഭിച്ചേനെ, സ്ഥാനമാനങ്ങളും ലഭിച്ചേനെ. സഖാവ് എ. സുരേഷിന് അഭിവാദ്യങ്ങൾ.